ക്ലാസ് കേട്ടും എടുത്തോ? സത്യാണ് പറഞ്ഞത്. കാരണം ഉള്ളില് ഒന്ന് വെച്ചിട്ട് പുറത്തേക്ക് മറ്റൊന്ന് പറയുന്നത് കളവാട്ടോ. ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മള് ഉച്ച സമയത്ത് ഒരു വീട്ടിൽ കയറി ചെല്ലുകയാണ്. ഉദാഹരണം, ഞാൻ അമീറിന്റെ വീട്ടിൽ കയറി ചെല്ലുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്, അവിടെ ഭക്ഷണം കഴിക്കണം. അപ്പൊ അമീർ മൗലവി ഭക്ഷണം കഴിക്കുക. എനിക്ക് വേണ്ട വേണ്ട, എന്റെ മനസ്സിലുണ്ട് കഴിക്കണം, അത് കളവാ. മൗലവി വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കണുള്ളൂ. അപ്പൊ ഉംറയിൽ പഠിക്കേണ്ടത് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ പഠിക്കേണ്ടത് എന്താണ്? ഇപ്പോ ഇഹ്റാമിന്റെ കൂലിയൊക്കെ മനസ്സിലായില്ലേ? അതായത് എന്തെങ്കിലും സംശയം ചോദിക്കണം കേട്ടോ. ചോദിച്ച് സ്വർഗം വാങ്ങണം, നാണിച്ച് നരകം വാങ്ങരുത്. എന്തുണ്ടെങ്കിലും ചോദിക്കണം. അപ്പോ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ. ഒന്നാമത്തെ ഉംറയിൽ പഠിക്കേണ്ടത് അതാണ്. അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറ. അതെന്താ സാധനം? ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോ നമ്മൾ ചെല്ലേണ്ടത്. എന്താ ഇഹ്റാം എന്ന് പറഞ്ഞാൽ? ഇഹ്റാം എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാണെങ്കിലും അതെന്താണെന്ന് അറിയണം. ചുരുക്കി പറയാട്ടോ. അതായത് ഇപ്പോ നമസ്കാരത്തിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യാ? നമസ്കാരത്തിൽ ആദ്യത്തെ കർമ്മം എന്താ? ഒതു കഴിഞ്ഞാല്, നിയത്തൊക്കെ കഴിഞ്ഞാല് തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ. ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അതേ സ്ഥാനാണ് ഈ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ. എന്നുവെച്ചാൽ അതാണ് ചൊല്ലി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ അതിനു മുമ്പ് അനുവദനീയമായതൊക്കെ ഹറാമായി. ഏതുപോലെ? അല്ലാഹു അക്ബർ കൈകെട്ടി കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം അതിന് മുന്നേ അനുവദനീയായിരുന്നു. അപ്പോ ആ ഉംറയിലെ ഇഹ്റാമിന്റെ അതേ സ്ഥാനം, അതേ സ്ഥാനാണ് നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ ഈ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പോലെ എന്താണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാല് ഇതിപ്പോ എവിടുന്ന ചെല്ലേണ്ടത്? മീഖാത്ത്. അത് ഇൻഷാ അല്ലാഹ് ഫ്ലൈറ്റിൽ അറിയിപ്പുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് പറയും. എല്ലാവരും ഇഹ്റാമിൽ പ്രവേശിച്ചോളൂ എന്ന് പറയും. അപ്പൊ ഇത് ചൊല്ലണം. അതായത് ഇത് ചൊല്ലാതെ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് ചൊല്ലാതെ മീഖാത്ത് വിട്ടുപോയി എന്താ ചെയ്യാ? ഇഹ്റാമിൽ പ്രവേശിക്കാതെ മീഖാത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ അവിടെ ചെന്നിട്ട് പ്രായശ്ചിത്തമായിട്ട് ഒരു ആടിനറുത്ത് കൊടുക്കണം. 500-600 റിയാൽ ഒരു ആടിന്. അപ്പൊ നല്ല ശ്രദ്ധിച്ചോളി. ഇങ്ങനെ ഒരാൾക്ക് പറ്റിയിട്ടുണ്ട്, ഒരു അമീറിന് പറ്റിയിട്ടുണ്ട്. അമീറിനക്ക് വിളിച്ച് ചോദിച്ചു. ഞാൻ വലിയ ആളല്ലെന്നല്ല കേട്ടോ. അമീർ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇസ്ലാമിക പ്രകാരം ശരീഅത്ത് പ്രകാരം പ്രായശ്ചിത്തം ഒരു ആടിനറുത്ത് ബലി നൽകില്ല ഓരോ ആളുകളും. ഇവിടുന്ന് ആകെ 200-300 റിയാൽ മാറ്റിയിട്ടേ പോയിട്ടുണ്ടാവുള്ളൂ. അവസാനം ഇനി എന്താ മൗലവി ചെയ്യുക? ഇതാണ് രീതി. അവസാനം അവര് എവിടെയൊക്കെ തനഈം പോയിട്ട്, ആയിഷ പള്ളി പോയിട്ട് ഇഹ്റാം ചെയ്തു വന്നു. അതിന്റെ ഉംറ കോലം അല്ലാഹു അഅലം. പോട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരും. എല്ലാവരും ഇഹ്റാമിൽ പ്രവേശിച്ചോളൂ. അപ്പൊ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. അല്ലെ? എന്താ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞാൽ? മനസ്സിലായി? ഓരോ ദിക്റിനും ഓരോ രഹസ്യമുണ്ട്. അത് മനസ്സിലാക്കണം. നമ്മൾ വെറുതെ കൊണ്ട് ചൊല്ലിപ്പോയിട്ട് കാര്യമില്ല. ലബ്ബൈക എന്ന് പറഞ്ഞാ ലബ്ബൈക്ക്. ഇത് ദിക്റാട്ടോ. ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ സ്കൂളില് അധ്യാപകൻ കുട്ടികളെ പേര് വിളിക്കുമ്പോ ലബ്ബൈക്ക് എന്ന് പറയും. എന്താണ്? പ്രസന്റ് പറയാൻ ലബ്ബൈക്ക്. അള്ള വിളിച്ചിക്കണം നമ്മളെ. അപ്പൊ ആ വിളിക്ക് പ്രസന്റ് പറയാം. എന്തിനാ വിളിച്ചത്? ഉംറത്തൻ. മനസ്സിലാകണ്ട? ശരിക്കും മനസ്സിലാക്കണേ. ശരി, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അപ്പോ ഉംറയിൽ പഠിക്കേണ്ട ഒന്ന് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ശരി. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കേട്ടില്ലേ? ഞാനത് നിങ്ങൾ കേട്ടതന്നെ ആവർത്തിക്കാണ്. എന്താണ് തെൽബിയത്ത്? എന്താ സാധനം? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അതൊക്കെ ഇതിന്റെ ദിക്റിന്റെ ഒക്കെ വിശദീകരിക്കാൻ കുറെ സമയം വേണ്ടി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അള്ളാഹുവോട് പറയാം ഞങ്ങൾ പ്രസന്റ് ആണ്. ആ അള്ളാഹ് ആരാ? ലാ ശരീക ലക്,
നിനക്ക് ശരീക്കില്ല. അപ്പൊ അതിന്റെ അർത്ഥം കൂടി നമ്മൾ അറിയണം. അപ്പോഴാണ് ശരിക്കും ആ ദിക്റാകുള്ളൂ. അതിങ്ങനെ ചൊല്ലാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം ഏതാണെന്ന് ചോദിച്ചു. അപ്പോ പ്രവാചകൻ പറഞ്ഞു അയ്യുൽ അമാലി അഫ്ളൽ. കേൾക്കണ്ടല്ലോ, മനസ്സിലാണില്ലേ? അയ്യുൽ അമാലി അഫ്ളൽ, അതായത് പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിച്ചപ്പോ അൽ അജ്ജു വസ്സജ്ജു. അൽ അജ്ജു വസ്സജ്ജ്, ഹജ്ജല്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ റഫ്ഉ സൗത്തി ബിൽ തൽബിയ, തെൽബിയത്ത് കൊണ്ട് ശബ്ദം ഉയർത്തുക. ആണുങ്ങള്, സ്ത്രീകൾ പതുക്കെ. ഓക്കെ, അപ്പൊ തെൽബിയത്ത് ഇങ്ങനെ ചൊല്ലാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ചൊല്ലി. അങ്ങനെ നമ്മള് ഇറങ്ങി, നമ്മളെ പിന്നെ എയർപോർട്ടിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് റൂമിലെത്തി നമ്മളൊന്ന് വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച്, മിക്കവാറും പിന്നെ ജമാഅത്ത് നടക്കാത്ത, ഇപ്പോ നമ്മൾ ഉദാഹരണം ഇപ്പോ ഒരു പിന്നെ 11 മണിക്ക് അവിടെ എത്തി. കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ഉംറ നിർവഹിച്ച് കഴിഞ്ഞിട്ടേ എന്തുണ്ടാൻ പാടുള്ളൂ? ബാങ്ക് വിളിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും, ആകെ കൂടിക്കുഴയും. അത് കഴിഞ്ഞിട്ട് വരാൻ ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ ചെന്ന് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുളിക്കാം, പക്ഷെ സോപ്പ് തേക്കാൻ പാടില്ല. ആ സെന്റ് ബൂസ്റ്റർ അതൊക്കെ പറഞ്ഞതല്ലേ? സംശയം ചോദിക്കണേ. പിന്നെ കാരണം ഇത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് പോകുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ റൂമിന്റെ നേരെ പോവുകയാണ്. ഈ തെൽബിയത്ത് ചൊല്ലിയിട്ട് കഅബ കാണുന്നവരെ ചെന്ന് കഅബ കണ്ടു കഴിഞ്ഞാൽ നിർത്തണം. കഅബ എന്ന് പറഞ്ഞാൽ എന്താ? കഅബ എന്ന് പറഞ്ഞാൽ ക്യൂബ് എന്നർത്ഥം. ക്യൂബ് മനസ്സിലായില്ലേ? അതിന് എത്ര മൂലകളാണുള്ളത്? ഇപ്പൊ പറഞ്ഞില്ലേ, 4 മൂല. ഒന്ന് ഹജറുൽ അസ്വദ്, പിന്നെ ഹജറുൽ അസ്വദ് കഴിഞ്ഞാൽ റുക്നുൽ ഷാം. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റുക്നുൽ ഷാം. കാരണം എല്ലാ മൂലയ്ക്കും ഉണ്ടാവും ആൾക്കാർ, കാരണം ഇത് അറിയില്ല, ഇത് പഠിച്ചു വന്നിട്ടില്ല. പിന്നെ റുക്നുൽ ഇറാഖ്, റുക്നുൽ യമൻ, 4 മൂല. റുക്നുൽ ഷാം എന്ന് പറഞ്ഞാല് ആ മൂലന്ന് നേരെ ഒരു മല കടന്ന് അപ്പുറത്തെത്തി കഴിഞ്ഞാൽ ഷാമിലെത്തും. റുക്ന് എന്ന് പറഞ്ഞാൽ കോർണർ എന്നാണ്, കോർണർ മൂല. റുക്നുൽ ഇറാഖ് എന്ന മൂലുണ്ട്, ആ മൂല നേരെ അങ്ങോട്ട് പോയാൽ ഇറാഖിലെത്തും. ഈ റുക്നുൽ യമാനി, ആ യമാനി എന്ന മൂലയിൽ നിന്ന് നേരെ ഒരു മല കയറി എത്തിയാൽ യമനിലെത്തും. 4 മൂലയാണ്. ശരി, അവിടെ എത്തി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പുരുഷന്മാരെങ്ങനെയാ വസ്ത്രം ധരിച്ചിട്ടുള്ളത്? അമീർ എന്നൊരു തുണി എടുക്കുക, ആ വസ്ത്രം ഉണ്ടോ അവിടെ? അത് പൊട്ടിക്കണോ? ഒന്നൊന്ന് കാണിച്ചത് വേണ്ടിട്ടാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ മനസ്സിലായതല്ലേ? ആ ചെയ്യുന്ന വണ്ണ പൊട്ടിക്കണ്ട. പിന്നെ അപ്പൊ പുരുഷന്മാര് സാധാരണ അങ്ങനെ പുതച്ചിട്ടാണ് പോകുന്നത്. നമ്മള് പിന്നെ ഈ തവാഫ് ആരംഭിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ഈ വലത് ചുമല് പുരുഷന്മാര് പുറത്തേക്ക് കാണിക്കേണ്ടതുള്ളൂ. ഇനി ചോദിക്കട്ടെ, ഈ വലത് ചുമല് എന്തിനാ പുറത്തേക്ക് കാണിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, എല്ലാത്തിനും ചരിത്രമുണ്ട്. ഈ വലത് ചുമൽ എന്തിനാ പുറത്തേക്ക് കാണിക്കണത്? ഉംറ ചെയ്ത ആൾക്കാരില്ല ഇവിടെ? ഒന്ന് കൈബന്ധിച്ച് ഉംറ ചെയ്ത ആൾക്കാർ. ഈ പിന്നെ വേണ്ട, ഈ വലത് ചുമല് ഇതങ്ങനെ എന്തിനാണ് ഈ വലത് ചുമൽ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഉസ്താദ് അങ്ങനെ പറഞ്ഞു, അതല്ല. എന്താ സംഭവം? അതിന് പിന്നെ ചരിത്രമുണ്ട്. എന്തറിയോ? അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 6-ാം വർഷം ഉംറക്ക് വേണ്ടി വന്നു. നേരത്തെ മൗലവി പറഞ്ഞ പോലെ, പക്ഷെ തടഞ്ഞു. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ തടഞ്ഞു. എവിടെ വെച്ച്? ഹുദൈബിയയിൽ വെച്ച്. അന്നത്തെ പേര് ഹുദൈബിയ, ഇന്ന് ശുമൈസി എന്നാ പേര്. അവിടെ വെച്ച് തടഞ്ഞു. പിറ്റത്തെ വർഷം അവരെന്ത് ചെയ്തു? പിറ്റത്തെ വർഷം റസൂലുള്ളാഹിക്ക് അനുമതി കൊടുത്തു, എൻട്രി കൊടുത്തു. ആ എൻട്രി കൊടുത്ത എന്തിനറിയോ? റസൂലുള്ളാഹിയും സഹാബത്തും ഉംറക്ക് വരുമ്പോ മലമുകളിൽ കയറി എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിത് പുതക്കുമ്പോ ഈ ചരിത്രം മനസ്സിലുണ്ടാകണം. എറിഞ്ഞു കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇവര് മലമുകളിൽ നിൽക്കുകയാണ്, വലിയ കല്ലിട്ട്. അപ്പോ
അള്ളാഹു റസൂലിന് വഹയി കൊടുത്തു, മുഹമ്മദ് നബിയെ നിങ്ങൾ അങ്ങനെ പാവാകണ്ട, ഈ കൈ പുറത്ത് കിടാൻ അടാ. അപ്പൊ ഈ മസിൽ ഇങ്ങനെ കാണുന്നു, ഇവരിങ്ങനെ ഈ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഈ മസിൽ ഇങ്ങനെ പുറത്തേക്ക് കാണുകയാണ്. അവർ പേടിച്ചു പോയി. റസൂലുള്ളാഹിനെ എറിയാൻ വേണ്ടി നിന്നിരുന്ന മുശ്രിക്കുകൾ പേടിച്ചു പോയി. അതാണ് ആ ചരിത്രം. ഇൽത്തിബാ എന്നാ പറയാ. അപ്പൊ ഈ കൈ പുറത്ത് കിടുന്നതിന്റെ ചരിത്രം അതാണ്. ശരി, പുറത്ത് കിട്ടു. നമ്മൾ തുടങ്ങേണ്ടത് എവിടുന്നാണ് തവാഫ്? ഹജറുൽ അസ്വദ് അല്ലെ? ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ 3 സംഗതി ചെയ്യണം, 3 ഒന്നുകിൽ മുത്താൻ പറ്റുമെങ്കിൽ മുത്തണം, അല്ലെങ്കിൽ പിന്നെ കൈകൊണ്ട് തൊടാൻ പറ്റും, ആ കൈകൊണ്ട് തൊട്ടിട്ട് തൊട്ട കൈ മുത്തണം, അല്ലെങ്കിൽ വടി കൊണ്ട് തൊട്ടിട്ട് ആ വടി മുത്താം. ഇതിന് സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കൈ മുത്തരുത്. അവിടെ മുത്തണ ആൾക്കാരുണ്ടാവും, ചെയ്യരുത്. മുത്തണ ആൾക്കാരുണ്ടാവും. കാരണം ഇവിടെ ഉസ്താദുമാര് പറയാണ്, കിട്ടിയോ കണ്ട സ്ഥലത്തൊക്കെ പോയി മുത്തിക്കോളി, മുത്തരുത്. എന്തേ പറഞ്ഞതിപ്പോ? ഏതായിരുന്നാലും നമ്മുടെ ഈ പിന്നെ ഉംറ ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് മുത്താൻ കഴിയില്ല, ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ആരെങ്കിലും പിന്നെ മുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായി മാറും. അത് പിന്നെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ മുത്തിയാൽ മതി. അപ്പോ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, മുത്തരുത്. ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ ഇവിടെ ഒരാൾക്ക് ഉയരത്തിൽ അർദ്ധവൃത്താകൃതിയിൽ ഒരു സാധനമുണ്ട്, കാണിച്ചില്ലേ? എന്താ പേര്? ഹിജ്ർ. ഹിജ്ർ ഇസ്മായിൽ എന്നും പറയും. അതിനൊരു ചരിത്രമുണ്ട്. അപ്പൊ അത് കാണുമ്പോ മനസ്സിലാകണം. എന്ത് സമയം ഉണ്ടാവും അറിയില്ല, ബാക്കി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഹിജ്ർ ഇങ്ങനെ വളഞ്ഞിട്ട് സാധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജയിച്ചടക്കി. അങ്ങനെ വന്നിട്ട് പ്രവാചകൻ കഅബയുടെ ഉള്ളിൽ കയറി, കഅബ തുറന്ന് കഅബയുടെ ഉള്ളിൽ കയറി നമസ്കരിച്ച് പുറത്തിറങ്ങി കഅബാലയത്തിന്റെ വാതിൽ പൂട്ടി എന്ന് കണ്ടപ്പോ ആയിഷ ബീവി ഓടി വന്നിട്ട്, റസൂലെ എനിക്ക് കഅബയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കണം എന്നാണ്. പക്ഷെ പൂട്ടിയിട്ട് ചാവി അതിന്റെ ആൾക്ക് കൊടുത്തു. അപ്പൊ റസൂൽ പറഞ്ഞു, സ്വല്ലി ഫിൽ ഹിജ്ർ ഫഇന്നഹു മിനൽ ബൈത്ത്. നീ ആ ഹിജ്റിൽ നിസ്കരിച്ചോ, അത് കഅബയുടെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നല്ല തിരക്കായിരിക്കും. അപ്പൊ ചാൻസ് കിട്ടുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി നമസ്കരിച്ചാൽ കഅബാലയത്തിന്റെ ഉള്ളിൽ കയറി നമസ്കരിച്ച കൂലിയാണ്. ഇനി ഈ ഹിജ്ർ എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതായത് ഒരിക്കൽ കഅബ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി, കഅബാലയത്തിന്റെ ഭിത്തികളൊക്കെ തകർന്നു. അങ്ങനെ തകർന്നപ്പോ ഖുറൈശികൾ കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷേ ഹലാലായതില്ല. അതായത് ഈ സ്ഥലം കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കൂട്ടി കഅബ പുതുക്കാൻ അവരത് കാശുണ്ട്, പക്ഷേ ഹറാമാണ്. അപ്പൊ അവര് ആ ഭാഗം ഒഴിച്ചിട്ടു. അപ്പൊ അതിന്റെ ഉള്ളിൽ നമസ്കരിക്കുക എന്നുള്ളത് കഅബാലയത്തിന്റെ ഉള്ളിൽ നമസ്കരിച്ച കൂലിയാണ്. അപ്പൊ മനസ്സിലായി ആ ഹിജ്ർ ഇസ്മായിലിന്റെ ചരിത്രം. നമ്മളത് ചെല്ലുമ്പോ മനസ്സിലാകണം. പിന്നെ അതേപോലെ നേരത്തെ ഉസ്താദ് പറഞ്ഞു, പിന്നെ ഈ ഹജറുൽ അസ്വദിന്റെയും പിന്നെ ആ കഅബയുടെ ഡോറിന്റെയും ഇടയിൽ മുൽത്തസം, ഇൽത്തസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചേർന്ന് പ്രാർത്ഥിച്ചു, നെഞ്ചിങ്ങനെ ചേർത്ത് വെച്ചിട്ട്, അതാണ് ഇൽത്തസമ, അതാണ് മുൽത്തസം. അവിടെയൊക്കെ പറ്റുമുണ്ടെങ്കിൽ പിന്നെ തിരക്കില്ലാത്ത സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കുക, എന്തും ചോദിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നറിയാം, പിന്നെ ഈ നമ്മൾ തവാഫ് ചെയ്യുമ്പോ ചോദിക്കലാണ്. മനസ്സിലാകണേ, ചോദിക്കുക. എന്താണ് ചോദിക്കേണ്ടതെന്ന് ശരിക്കും പ്രിന്റ് ഔട്ട് ചെയ്യണം, കരഞ്ഞു ചോദിക്കണം. എന്തും നമ്മൾക്ക് ചോദിക്കാം. അങ്ങനെ ഇങ്ങനെ ചിറ്റിയിട്ട് ഇങ്ങനെ അവസാനം പിന്നെ നമ്മൾ റുക്കുനുൽ യമാനി മൂലത്തും, മനസ്സിലായില്ലേ? അവിടെ എന്താ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? റുക്കുനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ എന്താ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? റബ്ബനാതിന. അപ്പോ ഉംറയിൽ പഠിക്കേണ്ടത് ഒന്ന് ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, പിന്നെ തെൽബിയത്ത്, പിന്നെ റബ്ബനാതിന ഫിദ് ദുനിയ ഹസന. ഇത് എത്ര പറയേണ്ടത്? ഒരു പ്രാവശ്യം, ഒരു റൗണ്ടിൽ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും അത്രയും ചൊല്ലുക. അതല്ലാതെ ഒന്നും ചൊല്ലരുത്.
അവിടെ അതല്ലാതെ ചൊല്ലുന്ന ഒരുപാട് ആളുകളെ കാണാം. അവർക്ക് ചൊല്ലിക്കൊടുക്കുന്ന കുറെ ഉസ്താദുമാരെ കാണാം. ചൊല്ലിക്കൊടുത്ത് ഏറ്റ് പറയലല്ല തവാഫ്. അതായത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസു യാ ഗഫാർ. നല്ലതാണ്, പക്ഷെ അവിടെ പാടില്ല. അത് ശൈത്താൻ കൊണ്ടുവന്നാണ്. ആ വാല് ശൈത്താൻ ഉണ്ടാക്കിയതാണ്. എന്തറിയോ, ഇവിടെ ഈ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ എന്നതിന്റെ ആ പ്രാർത്ഥനയുടെ എണ്ണം കുറക്കാൻ വേണ്ടി ശൈത്താൻ കൊടുന്നു വസൻ. അത് ശരിക്കും ശ്രദ്ധിക്കണേ, മനസ്സിലായില്ലേ? എന്താ റബ്ബന എന്ന് പറഞ്ഞാല്? ഞങ്ങളുടെ രക്ഷിതാവേ. ആത്തിന, നമ്മളിത് പ്രാർത്ഥിക്കുമ്പോ അറിയണ്ടേ എന്ത് ചോദിക്കണത് എന്താന്ന് അറിയണ്ടേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കണം, ആ ചോദിക്കുമ്പോ എന്റെ മനസ്സിലുണ്ടാകേണ്ട വികാരം എന്റെ കയ്യിലില്ല. ചോദിക്കണം, പ്രാർത്ഥിക്കല്ല, ചോദിക്കല. അപ്പൊ റബ്ബന ആത്തിന, നീ ഞങ്ങൾക്ക് നൽകണം. ഫിദ്ദുനിയ, എവിടെ? ദുനിയാവില്. ഹസനത്ത്, എന്തൊക്കെ ഹസനത്തിന്, എന്തൊക്കെ നന്മ. നല്ല മക്കൾ വേണം, നല്ല വീട് വേണം, നല്ല ജോലി വേണം, എന്തൊക്കെ ഉണ്ട്, ഒക്കെ പോരാ. വഫിൽ ആഖിറതി ഹസന, ദുനിയാവിൽ മാത്രം പോരാ, ആഖിറത്തിൽ എന്ത് വേണം? ഹസനത്ത്. ആഖിറത്തിലെ ഹസനത്ത് ഏതാണ്? ആഖിറത്തിലെ ഹസനത്ത് ഏതാ? സ്വർഗം. പിന്നെ പടച്ചോൻ എനിക്ക് പേടി നരകാണ്. വഖിന അദാബന്നാർ, നരകത്തെ തന്നെ നീ കാത്തുരക്ഷിക്കണം. അർത്ഥം അറിഞ്ഞുകൊണ്ട് ചോദിക്കണം. മനസ്സിലായ? റബ്ബന, മനസ്സിലായത്? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതല്ലാതെ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ വേറെ ഒന്നും പ്രാർത്ഥിക്കരുത്. പിന്നെ അപ്പൊ നമ്മൾ ഇവിടെ എത്തിയപ്പോ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ഒരു തവാഫല്ല കേട്ടോ, ഒരു റൗണ്ടാണ്. ഇങ്ങനെ 7 റൗണ്ടാണ് ഒരു തവാഫ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചൊല്ല. നമ്മൾക്ക് ഇപ്പൊ നേരത്തെ ഉസ്താദ് പറയും, എന്ത് കരഞ്ഞ് ചോദിച്ചാൽ അല്ലാഹ് തരും, ഉറപ്പാണ്, യാതൊരു സംശയം. എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടായി. ശരി, അപ്പൊ അങ്ങനെ പിന്നെ തവാഫ് കഴിഞ്ഞു. ഇതിലിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ പറഞ്ഞാല് ഇപ്പൊ ഒളു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കണേ. ഉണ്ടോ? ഇല്ല. ഇനി എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞാല് ഇപ്പൊ തവാഫ് കഴിഞ്ഞു, എന്താ ചെയ്യാ? മഖാം ഇബ്രാഹിം. എന്താ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാല്? ഇബ്രാഹിം നിന്ന സ്ഥലം അല്ലെ, ഒരു സ്തൂപം. ആ സ്തൂപത്തിന്മേ ഒരുപാട് ആളുകൾ ഇങ്ങനെ തൊടും മുത്തും തൊട്ടു പോകരുത്. കാലം റസൂലുള്ളാഹി വിലക്കിയതാണ്. ഒരുപാട് ആളുകൾ, അതായത് ഞാൻ സത്യം പറയട്ടെ, കേരളത്തിൽ നിന്ന് പോകുന്ന സലഫികളല്ലാത്തവരൊക്കെ മുത്തു ശ്രദ്ധിച്ചോളൂ. അവിടെ മുത്തവന്മാരുണ്ടാവും, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാണാം, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. അതിൽ പ്രത്യേകിച്ച് ഒരു പുണ്യമില്ല. ഈ മഖാമു ഇബ്രാഹിം എന്നുള്ളത് മനസ്സിലായ ചരിത്രം. ഇബ്രാഹിം നബി പിന്നെ ഈ കല്ലിന്റെ മുകളിൽ കയറുന്നു. ഇസ്മായിൽ നബി ഇങ്ങനെ കല്ലെടുത്ത് കൊടുത്തു. അത് കഅബയുടെ അടുത്തിരുന്നു, തൊട്ടടുത്ത്. അങ്ങനെ ജനങ്ങൾക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി ഉമർ ഖത്താബിന്റെ കാലത്താണ് ഇങ്ങോട്ട് മാറ്റിയത്. അപ്പൊ അതിങ്ങനെ കാണാം. അവിടെ ചെല്ലുമ്പോ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. മനസ്സിലാകണ്ടോ? സുന്നത്ത് നിസ്കരിച്ചുമ്പോ ആദ്യത്തെ റക്അത്തിൽ എന്ത് ചൊല്ലണം? ഗാഫിറുൽ ഇഖ്ലാസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത്? കഅബ. കൈ ഉയർത്തുക. എത്ര നമുക്ക് റബ്ബിന് എത്ര ആവശ്യമുള്ളത്? സുബ്ഹാനല്ലാഹ്. നമുക്ക് നമ്മുടെ റബ്ബിന് എത്ര ആവശ്യമുണ്ടോ അത്രക്ക് ഉയർത്തുക, ചോദിക്കുക. അത് കഴിഞ്ഞ് കിട്ടിയ സമയത്ത് തിരക്കണി കഴിയില്ല. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്? സംസം. അതായത് സംസം എന്ത് ആവശ്യത്തിന് വേണ്ടി കുടിച്ചോ അത് അവന് മതി. സംസം കുടിക്കുക, കയ്യിലെടുക്കുക, മുഖത്തൊക്കെ പുരട്ടുക. സ്ത്രീകൾ അവരത്ത് വെളിവാക്കാത്ത രൂപത്തിലൊക്കെ പുരട്ടുക. അതൊക്കെ നല്ലതാണ്, ഒക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചാട്ടോ, വേറെ പുതിയതൊന്നല്ല. വയറ് നിറച്ച് കുടിക്കുന്നത്, സംസം വയറ് നിറച്ച് കുടിക്കുന്നത് നിഫാഖിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്. കാപ്പട്യം അത് കുടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? സൈന് എവിടുക്ക പോവുക? സഫയിലേക്ക് പോകുമ്പോ എന്താ 158-ാമത്തെ ആയത്ത് പഠിക്കണം കേട്ടോ.
അപ്പോ പഠിക്കേണ്ട നാലാമത്തെ കാര്യം ഇതാണ്. ഇന്ന സഫ വൽ മർവത മിൻ ശാഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഇതിങ്ങനെ ചില ഉസ്താദുമാർ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും. ഈ പാവങ്ങൾ ഇങ്ങനെ ചൊല്ലും. നമ്മൾ പഠിക്കണത് അതിങ്ങനെ ചൊല്ലിങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിയ കഅബാലയത്തിനടുത്ത്. എന്നിട്ട് ദിക്റില്ല. എന്താണ് ദിക്റാണ്? ഇത് പ്രാർത്ഥന അല്ല, ദിക്റാണ്. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അത് പഠിക്കണം. അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദ. ഈ ദിക്റിന് ഒരു ചരിത്രമുണ്ട്. എന്ത് ദിക്റാണെങ്കിലും ചരിത്രം ഉണ്ടാവും. അത് അറിഞ്ഞുകൊണ്ടാണ് ചൊല്ലേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഹിജ്റ 6-ാം വർഷം ഉംറക്ക് വന്നു, തിരിച്ചയച്ചു. പിന്നെ അനുമതി കൊടുത്തു. നമ്മൾ എന്തുകൊണ്ടാണ് അതവിടെ ചെല്ലേണ്ടത്? ഈ സഫ മർവ എന്നീ മലയുടെ മുകളിൽ കയറി എന്തുകൊണ്ടാ ചൊല്ലേണ്ടത് നമ്മള്? അത് പറഞ്ഞേരി. നബി ചൊല്ലിയതാണ്. നബി അവിടെ വെച്ച് ചൊല്ലി, അതുകൊണ്ടാണ് നബി അവിടെ വെച്ച് ഓർക്കണം. അതാണ് അൻജസ വഅദഹു. അത് ഈ അൻജസ വഅദഹു നിങ്ങൾ ചൊല്ലുമ്പോ ഈ ചരിത്രം ഉണ്ടാകണം. നബി അതായത് ഇവര് ഹുദൈബിയയിൽ വെച്ച് തിരിച്ചയച്ചു. അടുത്ത കൊല്ലം വന്നോടി. അങ്ങനെ ഒരു മാസം സഞ്ചരിച്ചിട്ട് വന്നിട്ട് തിരിച്ചയക്കണം. അവസാനം സഹാബത്തിന് പോകാൻ മടി. ഉമർ ഖത്താബിനെ എത്ര പിടിച്ച് തള്ളിയാലും മൂപ്പര് നേരെ കഅബയുടെ നേരെ. അതില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഊരെ പിടിച്ചൊരൊറ്റ തള്ളാണ്. പോവിടുന്ന്. റസൂലുള്ള പറഞ്ഞാ പിന്നെ വേറെ വാക്കില്ല എന്നാണ്. ഇതിൽ പോയി വഴിയിൽ വെച്ച് അവര് ഭാഗത്ത് തമ്പടിച്ചു ഉറങ്ങിയപ്പോ റസൂലുള്ള സ്വപ്നം ഇങ്ങനെ കണ്ടു. തദ്ഖുലന്നൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹു ആമിനീൻ. വഹ്യൻ. മുഹമ്മദ് നബിയെ ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിർഭയനായി മസ്ജിദുൽ ഹറാമിൽ താങ്കൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. അത് റസൂൽ അവിടെ വെച്ച് ഓർത്തതാണ്. അൻജസ വഅദഹു. കണ്ടോ? മനസ്സിലാക്കി? കരാർ പൂർത്തിയാക്കി. പിന്നെയോ വനസറ അബ്ദഹു, അവന്റെ അടിമയെ സഹായിച്ചു. ആരാണ് അടിമ? റസൂലുള്ള മക്കത്തിന് എങ്ങനെ പോയത്? ആരും കാണാതെ നട്ടപ്പാതിരിക്ക് അല്ലേ? പക്ഷെ എന്തേലും തൊടാൻ പറ്റിയോ? റസൂലുള്ളാഹിയുടെ രോമത്ത് തൊടാൻ പറ്റിയോ? വനസറ അബ്ദഹു. റസൂലുള്ളാഹി അവിടെ ചോർക്കൻ. വഹസമൽ അഹ്സാബ വഹദ. എല്ലാവരും, എല്ലാ സഖ്യകക്ഷികളും ഒരുമിച്ച് കൂടി റസൂലുള്ളാഹിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോ ഈ ദിക്ർ ചെല്ലുമ്പോ ഓർമ്മ വേണം. മനസ്സിലാണെങ്കിൽ അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇർതിബാ കല്ലെറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അവര് തക്കം നോക്കിയത് സഫയുടെ മുകളിലാണ്. റസൂൽ അവിടെ കയറുമ്പോ എറിയണം. ആ സമയത്താണ് റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ഈ ദിക്റൻ കേട്ടപ്പോ പേടിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് ചൊല്ലി ആദ്യം ഈ ദിക്ർ ചെല്ലുക, പിന്നെ പ്രാർത്ഥിക്കുക, പിന്നെ ദിക്ർ ചെല്ലുക, പ്രാർത്ഥിക്കുക. 3 പ്രാവശ്യം. അത് എത്ര സമയം കിട്ടുന്ന സമയം മനസ്സിലാണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നേരെ പോയി, ഇപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ പച്ച ലൈറ്റ് കാണും. അവിടെ ആണുങ്ങൾ ഓടണം. അവിടെ ആദ്യം ഓടിയതാരാണ്? ഇപ്പൊ ആരോടാ ഓടാൻ പറഞ്ഞത്? അതെന്താ അങ്ങനെ? അറിയില്ല, അല്ലാഹു ആലം. അത്രേ ഉള്ളൂ. അങ്ങനെ ചെന്നു, നേരെ കയറി, മറുപടി മോള് കയറി. അവിടെ ഇതേപോലെ ചെയ്തു. ഇങ്ങനെ ഓരോ അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് ഇവിടെ വന്ന് അവിടെ ചെന്ന 1 ആയി, 2 ആയി, 3 ആയി. ലാസ്റ്റ് എവിടെ അവസാനിക്കത്? മറുവയില്. അത് കഴിഞ്ഞാല് പിന്നെ പുരുഷന്മാരെന്ത് ചെയ്യണം? മൊട്ടടിക്കാൻ ഭയങ്കര മടിയാണ്. ഇത് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉംറക്ക് സ്വഹാബത്ത്. അതില് കുറച്ചാളുകൾ മൊട്ടടിച്ചു. റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മർഹമിൽ മുഹല്ലിഖീൻ, പടച്ചവനെ മുടി മൊട്ടയടിച്ചവർക്ക് നീ റഹ്മത്ത് നൽകണേ പ്രാർത്ഥിച്ചു. അപ്പോ മുടി വെട്ടിയ ആൾക്കാരുണ്ട്, റസൂലെ വെട്ടിയവരുണ്ട് കേട്ടോ എന്ന്. പിന്നെയും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മർഹമിൽ മുഹല്ലിഖീൻ,
അപ്പോഴും പറഞ്ഞു റസൂലിനെ വെട്ടിയവരുണ്ട് കേട്ടോ. അവസാനം 3 പ്രാവശ്യം തല മൊട്ടയടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 4ാമത്തെ പ്രാവശ്യം മുഖസ്സിരീൻ മെല്ലെ പറഞ്ഞു. ഇനി പുരുഷന്മാർ തീരുമാനിക്കുക മൊട്ടടിക്കണം. അവിടെ ചെന്നാല് വലിയ കോലം കാണാൻ കത്തിലേറ്റ് നിൽക്കുന്ന യമനികൾ ചെക്കന്മാര് ഹാജി 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 പറഞ്ഞിട്ട് ചെയ്യരുത്. ഇതാണ് അതിന്റെ. പിന്നെ സ്വാഭാവികമായി ചില ആൾക്കാർ ചോദ്യം ഉണ്ടാവും, നമ്മൾ ആദ്യം മൊട്ടടിച്ചു കഴിഞ്ഞാൽ പിന്നെ തായിഫ് പോയിട്ട് ഉംറ ചെയ്യുമ്പോ എന്താ കാട്ടുക? അതെന്താ ചെയ്യാ? അതെന്താ ചോദിക്കാത്ത? ഫസ്റ്റില് മൊട്ടടിച്ചു ആദ്യത്തെ ഉംറക്ക്, 2ാമത് മൊട്ടടിക്കാൻ മുടിയില്ലെങ്കിൽ കത്തിങ്ങ നടത്തിയാ മതി, അത്രേ ഉള്ളൂ. കത്തിങ്ങ നടത്തണം. സ്ത്രീകളാണെങ്കിൽ മുടി മൊത്തം പിടിച്ചിട്ട് ഇത്ര കുറച്ച് വെട്ടിയാൽ മതി, കുറച്ച് കട്ട് ചെയ്താൽ മതി. ഇനി അവിടുന്ന് സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ റൂമിൽ ചെന്നിട്ടും കട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഉംറ. ഇനിയിപ്പോ ഈ പറഞ്ഞൊരു സംശയങ്ങളുണ്ടാ? സംശയം ഉണ്ട് ചോദിക്കണേ, പ്രശ്നമാണ്. എപ്പോ? അതായത് അത് ഉപയോഗിക്കാം. മണമില്ലാത്ത സോപ്പ് ഉണ്ടെങ്കിൽ അതെന്താ വെച്ചാൽ നമ്മൾ അതായത് അവളെ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വിയർപ്പേ ഉണ്ടാവുള്ളൂ. ആ വിയർപ്പിന്ന് ശരിക്കും വെള്ളം കൊണ്ട് കഴുകിയാലും മതി. സോപ്പ് സാധാരണ ഇപ്പൊ തിരുമ്പണ സോപ്പ് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക? അത് വേണ്ട. ഇപ്പോ കർമ്മശാസ്ത്രത്തിൽ പറയുന്നത് സ്ത്രീകൾക്ക് വേണമെങ്കിൽ, ഇപ്പൊ നേരത്തെ പുരുഷന്മാർക്ക് പിന്നെ ഈ ബോഡിയിൽ പുരട്ടാന്ന്, സ്ത്രീകൾക്ക് അവർക്ക് അനുഭവപ്പെടുന്ന സുഗന്ധം പൂശാന്ന് പറഞ്ഞു. അപ്പൊ അതിന് നിൽക്കണ്ട. അപ്പൊ അതൊരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് നമ്മൾക്കൊരു വിയർപ്പേ ഉണ്ടാവുള്ളൂ, അത് ആ ഡ്രസ്സ് ഒന്ന് മാറ്റിച്ചിട്ട് കുളിച്ചാൽ മതി. സംശയം ഒക്കെ തീർക്കണം. കാരണം നമ്മള് പിന്നെ കാശ് മുടക്കി അതുപോലെ ശാരീരികമായ അധ്വാനം ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. എന്തുണ്ടെങ്കിലും മടിക്കരുത്. ആ ആ ആ ആ വീൽ ചെയർ. പിന്നെ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ വീൽ ചെയർ ഉണ്ടാവും. പിന്നെ നമുക്ക് സ്വന്തം അത് തള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ തള്ളാം. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോ കഴിഞ്ഞ പോക്കിന് 200 റിയാലാണ് ഒരു ഉംറ ചെയ്യാൻ. അത് തവാഫും സഅയും. അതിന് വീൽ ചെയറിനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അതിലൂടെ ചെയ്യാം. നമുക്ക് സ്വന്തം തള്ളാമെങ്കിൽ സ്വന്തം തള്ളാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കാം. സ്വന്തം തള്ളാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 7 6 തള്ളി അവർ കാശിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കോട്ടോ, നമ്മളെ മനസ്സിൽ ഇപ്പൊ ഹറമിനെ കുറിച്ച് ചിത്രമുണ്ട്, ഹറമിലേക്കാണ് പോയത്. പക്ഷേ അവിടെയുള്ള ആൾക്കാർ ആ ചിത്രമില്ല കേട്ടോ. കാരണം ഒരുപാട് അനുഭവങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഹറമിൽ നിന്ന് അന്ന് സംസം അവർ വാങ്ങിക്കൊണ്ടല്ലാണ്. പിന്നെ ഇത്ര റിയാലിന് ഇത്തിഫാക്കാക്കിയിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു അറബിച്ചക്കനെ കാശ് ഏൽപ്പിച്ചു. അവസാനം ഓൻ പറഞ്ഞു ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോയിക്കോ, അവിടെ പോലീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ഇത്തിഫാക്ക് എങ്ങനെയാണ് ചോദിച്ചു. അതൊന്നും നിൽക്കില്ല. ഞാൻ പറയും ഇത് കഅബല്ലേ, ആൾക്ക് പേടില്ല, അള്ളാനെ പേടില്ലേ? ഇക്ക് അള്ളാനെ പേടില്ല. ഹറമിന്റെ ഉള്ളിൽ വെച്ചിട്ട് അവരുണ്ട്. ശ്രദ്ധിച്ചോളി. പോക്കറ്റടി നല്ല നടക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഇനി സംശയം ചോദിച്ചു കേട്ടോ, ബാക്കി അവസാനിപ്പിക്കാൻ പറ്റും. എന്ത് റസീന? അതൊന്നും വേണ്ട. മദീനയ്ക്ക് പോകുമ്പോൾ പിന്നെ മക്കത്തുള്ള നമുക്ക് മറ്റ് സ്ഥലങ്ങൾ സിയാറ, അതൊക്കെ നമുക്ക് പിന്നെ അവിടെ റൂമിൽ നമുക്ക് നിരന്തരം ക്ലാസ്സുകൾ ഉണ്ടാവും. ഇവിടെ നിന്ന് സമയമില്ല. ഇപ്പോ ഓരോ സ്ഥലം സന്ദർശിക്കുമ്പോ പിന്നെ അറഫ, മുസ്ദലിഫ, പിന്നെ മീന, അവിടെയൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചരിത്രം പറയപ്പോ സമയം ഉണ്ടാവില്ല. എന്തുണ്ടെങ്കിലും ചോദിക്കണേ. അത് മൂപ്പരോട് ചോദിക്കാൻ മറന്നുപോയി, അത് പറയരുത്. ആ ദിക്റ് ചെല്ലുമ്പോ ആ ചരിത്ര സംഭവം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഹുദൈബിയ എന്ന് പറയുന്ന രസം ഭയങ്കര രസമാട്ടോ, അള്ളാന്റെ ഹിക്മത്ത്. ഈ ഹുദൈബിയ എന്ന സ്ഥലത്ത് അവിടെ മംനൂഉ ദുഖൂലു ഗൈറുൽ മുസ്ലിമീൻ എന്നൊരു ബോർഡാ. അവിടെ നിങ്ങട്ട് മുസ്ലിമുകൾക്ക് അല്ലാത്തവർക്ക് പ്രവേശനമില്ല. ഭയങ്കര രസം. അതായത് ഇപ്പൊ മക്കത്ത് ഉംറക്ക് വന്നപ്പോ റസൂൽദാനെ അവിടെ തടഞ്ഞു നിർത്തിയത് എന്തുകൊണ്ടാണ്? റസൂൽ മുസ്ലിം ആയതുകൊണ്ടാണ്. അതേ സ്പോട്ടിൽ അള്ള തടഞ്ഞു മുശ്രിക്കീങ്ങളെ. ഭയങ്കര രസമാണത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പോയി കാണാം.
ആ അല്ല നമ്മള് ഇപ്പൊ സ്ത്രീകള് വീട്ടിൽ നിന്ന് ഇപ്പൊ കുളിച്ചല്ലോ, പിന്നെ ഇഹ്റാമിന് നിയ്യത്തോടെ കൂടെ കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു പുതിയ വസ്ത്രം, ഒരു പർദ്ദ വാങ്ങിച്ചിട്ടുണ്ടാവും ഇഹ്റാമിന് വേണ്ടിയിട്ട്, ഉംറയ്ക്ക് വേണ്ടിയിട്ട്. എങ്ങനെ? അതെ 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 അതെ, അത് കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പിന്നെ പുരുഷന്മാർക്ക് പിന്നെ തുന്നിയ വസ്ത്രം പാടില്ല, തൊപ്പി പാടില്ല, അറിയില്ലോ, ഒരു ബെൽറ്റ് ഉണ്ടാവും കേട്ടോ തുണിയുടെ. പിന്നെ നിങ്ങൾക്ക് സംശയം കഴിഞ്ഞോ? ചെരുപ്പോ? ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെരുപ്പിടാതിരിക്കാൻ നല്ലത്. ചെരുപ്പിട്ട ആളുകളൊക്കെ കാണാം. നമ്മൾ ഈ ചെരുപ്പ് വെക്കാനാണ് ഈ കീശ ഉള്ളത്. കാരണം ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. അവിടെ ചെരുപ്പിട്ട ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യും, ഒക്കെ ചെയ്യും. അപ്പൊ നമ്മളെന്താ ചെയ്യാറ്? നമ്മൾ ഈ ഹറമിലേക്കാണ് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ഊരി നമ്മുടെ ആ ബാഗുകളുള്ളൂ, ഷോക്സ്, റസ്സുകൾ, ഷോക്സ്, അത് ചെയ്യാം. കാരണം ആ ഒരു പള്ളിയുടെ പവിത്രത അന്ന് അവിടെ ചെന്നാ കാണൂല. അതാണ്. എന്താണ്? അല്ലാ, ഉണ്ടോ സംശയം? ഉണ്ടോ? ഇനി സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാൻ മടിയാണ് ചില ആൾക്കാർ. അങ്ങനെ ഉണ്ടാവും, ഗ്രൂപ്പിലൂടെ ചോദിച്ചാലും മതി. ആ ആ ആ ആ ഇനിയിപ്പോ അതെ, പിന്നെ ഇപ്പോ നേരത്തെ പറഞ്ഞു നമ്മൾ ഉംറ നഷ്ടപ്പെടുന്ന കാര്യം ശ്രദ്ധിക്കണം വെച്ചാല്, ഒന്ന് നമ്മള് ഇഹ്റാം മീഖാത്തിൽ വെച്ച് ചെയ്യണം, അത് നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഉംറക്ക് ബാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യമായ സംസാരങ്ങൾ, മുടി, നഖം, അതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യണം നമ്മൾ, അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അഥവാ നമ്മുടെ ഇപ്പൊ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോയി, പ്രശ്നമില്ല, മനസ്സിലാണ്ടോ? പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നേരെ പിന്നെ ഇപ്പോ ഒരാളിപ്പോ ഇതിപ്പോ ഈ തോളിലൂടെ ഇട്ടില്ല, ഇർത്തിബാ ചെയ്തില്ല, പ്രശ്നമൊന്നുമില്ല, ഉംറയെ ബാധിക്കൂല അയാളെ. അത് അയാളെ ഉംറയെ ബാധിക്കൂല, പുരുഷന്മാരെ സംബന്ധിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ ഒളു നഷ്ടപ്പെട്ടാൽ, തവാഫ് ചെയ്യുമ്പോൾ ഒളു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അപ്പൊ അത് നമ്മൾ എത്രാമത്തെ, ഇപ്പൊ 4ാമത്തെ തവാഫിലാണ് ഒളു നഷ്ടപ്പെട്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അവിടെ എവിടെയെങ്കിലും ഭാഗത്ത് പോയിട്ട് പിന്നെ ഈ മറ്റുള്ളൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്, അതൊന്നും ഉംറയെ ബാധിക്കൂല. പിന്നെ അതുപോലെ പിന്നെ സഅയിൽ നമ്മൾ ഒതു നഷ്ടപ്പെടുകയാണെങ്കിൽ, പക്ഷെ ഒതു നഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ സഅയ് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോ ബാങ്ക് വിളിക്കുക. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ ഈ സഅയ് ചെയ്യുന്ന സ്ഥലത്ത്, പിന്നെ ഈ സംസം കുടിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ പോയിട്ട് നമ്മളിപ്പോ ഈ 3 പ്രാവശ്യം വേണ്ട, ഒറ്റ പ്രാവശ്യം, കൈ ഒരു പ്രാവശ്യം, മുഖം ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം കഴിക്കാൻ മതി. അങ്ങനെ ഒതു ചെയ്താൽ അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉംറയെ ബാധിക്കരുത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണേ, കാരണം നമ്മളിത് പിന്നെ ഇത്രയും കാശ് മുടക്കിയിട്ടൊക്കെ വരുന്നതാണ്. ഉണ്ടോ? പിന്നെ നീ കുറച്ച് കാര്യം പറഞ്ഞുതരാം. പിന്നെ ഒരുപാട് അള്ളാഹിന്റെ അനുഗ്രഹത്താൽ ഒരുപാട് തവണ പിന്നെ ഉംറ ചെയ്യാനും ആളുകൾ കൊണ്ടുപോകാനും, ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സൗദിയിൽ അവിടെ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ സത്യത്തിൽ പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാവശ്യം അമീറിനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അമീറിനെ വിളിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ പറയില്ല, ഈ ആളുകളുടെ പെരുമാറ്റം, ഈ 50 ആളുണ്ടെങ്കിൽ 50 സ്വഭാവമാണ്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ എന്നോട് നേരിട്ട് ചോദിക്കുക. ഹൃദയത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ഹജർ അസ്വദിന്റെയും മഖാമ ഇബ്രാഹിമിന്റെ ഇടയിൽ എത്ര പ്രാവശ്യം നിസ്കരിച്ചാലും നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഹൃദയം ക്ലിയർ ആക്കണം എന്തുണ്ടെങ്കിലും. കാരണം ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മ ഒരു പ്രാവശ്യം, എന്റെ ഉമ്മ 2 പ്രാവശ്യം എന്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം എന്റെ ഉമ്മ പറഞ്ഞു, മോനെ, ഉമ്മയുടെ കുട്ടി ഇനി അമീറായി പോകരുത്, വല്ലാഹി വല്ലാഹി. ഒരു പ്രാവശ്യം എന്റെ കൂടെ, അന്ന് അക്ബർ ട്രാവൽസ് അമീറായി പോവാണ്. ഒരു പ്രാവശ്യം എന്റെ പെങ്ങളുണ്ടായിരുന്നു, എന്നോട് ഇനി ഈ അമീറായി പോകരുത് കേട്ടോ. അവര് നേരിട്ട് കാണുകയാണ് അനുഭവം. കരഞ്ഞിട്ടുണ്ട് ഞാൻ.
അപ്പൊ എന്താ വെച്ചാൽ ചില പ്രശ്നങ്ങൾ വരുമ്പോ ഇപ്പൊ നമ്മൾ ഈ ക്ഷമക്കാണ് പോകും. നിങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞത്, ഈ ക്ഷമക്കാണ് പോകും. നല്ല ക്ഷമ വേണം. ക്ഷമ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ 10 ലക്ഷം എന്ത് മുടക്കിയാലും നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയല്ല, ദേഷ്യപ്പെട്ടുകൊണ്ട് പറയല്ല. ഞാൻ എൻ്റെ പല കാര്യങ്ങളും മാറ്റിവെച്ച് ഹാജിമാർക്ക് വേണ്ടി സേവനം ചെയ്തിട്ട് അവസാനം ഞാൻ കരയാ ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ അമീറിനോട് പറഞ്ഞു, എനിക്കുണ്ടായിരുന്ന ആകെ ഒരേ ഒരു മകൻ, ആ മകന്റെ മയ്യത്ത് ശരിക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ ഞാൻ കരഞ്ഞുപോയി. അപ്പോ എന്തുണ്ട്, ഇപ്പോ ഒരു ഭക്ഷണത്തിൽ എന്തെങ്കിലും കുറഞ്ഞ ഒന്നും കുറയില്ല, കേരളീയമായ ഭക്ഷണം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കറക്റ്റ് ഒരു പ്രാവശ്യം കൊച്ചിയിൽ നിന്ന് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു, ഇന്ന ടൈമിൽ നിങ്ങൾ ഇന്ന ഗേറ്റിൽ മദീനയിൽ എത്തണം. അവിടെ ഈ ഒരു റൗദ പ്രവേശനമുണ്ട്. ആ സമയത്ത് കറക്റ്റ് ആ ടൈമിൽ എത്തിയില്ലെങ്കിൽ കേറ്റൂല, ഉറപ്പാണ്. ശരിക്കും ശ്രദ്ധിച്ചോളി. ഒരു പ്രാവശ്യം 4 പേരെ ഞാൻ അമീറിന്റെ കൂടെ പറഞ്ഞയച്ചു. ഈ 4 പേര് 2 ആൾ എയർപോർട്ടിൽ കൊടുക്കും. സമീർ സലാഹി ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഫ്ലൈറ്റ് നമ്മളെ കാത്തുക്കൂല. പിന്നെ കൈമലർത്തിയിട്ട് ഒരു കാര്യമില്ല. അതായത് ഇന്ന സമയത്ത് നിങ്ങൾ ഇന്ന സ്ഥലത്ത് എത്തണം, ബസ് വരും എന്ന് പറഞ്ഞാൽ ആ ബസ്സിനെ നമ്മൾ മണിക്കൂർ കാത്തുന്നാലും പ്രശ്നം ഉണ്ടാക്കരുത്. എന്താ ബസ്, എന്താ ഉസ്താദെ വരാത്ത, എന്താ അവിടെയൊക്കെ ക്ഷമ നഷ്ടപ്പെടുകയാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. 90-ലധികം സ്ഥലത്ത് ക്ഷമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ഷമാലുക്കൾക്ക് നൽകുന്ന പ്രതിഫലത്തിന് കണക്കില്ല, കോരിത്തരും. അപ്പൊ അത് നല്ല ശ്രദ്ധിച്ചോളി. ചില ആളുകൾ മോത്തിക്ക് ഞാൻ എങ്ങനെ പറയാതെ. അപ്പൊ എന്തുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം. നിങ്ങൾ ഹറമിലേക്കാണ് പോണത്, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അത് ഹൃദയത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് പോയാൽ ഒരു രക്ഷയില്ല. പിന്നെ ഞാനൊരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. ന്യൂനത ഒരുപാടുണ്ടാവും. ആ ന്യൂനതകൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഉമർ ഖത്താബ് ഖലീഫയായപ്പോ അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞു, ഈ ഉമർ പച്ചയായ മനുഷ്യനാണ്, ഈ ഉമറിന് തെറ്റ് സംഭവിക്കും, പക്ഷെ ആ തെറ്റ് തിരുത്താൻ ആളില്ലല്ലോ എന്ന് വിചാരിച്ച് കരയാണ്. ഒരാള് ഉറയുന്ന വാളിലൂരി, ഈ വാളുകൊണ്ട് ഞാൻ തിരുത്തുന്നു പറഞ്ഞു. അപ്പോഴ സമാധാനമായിരുന്നു. ന്യൂനത എല്ലാവർക്കും ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ. നിങ്ങൾ പറയണം, ഉസ്താദെ എന്താ അങ്ങനെ, ഇതിങ്ങനെയല്ലേ, അവൻ പറഞ്ഞുതരും. മനസ്സിലാണില്ലേ? അതിനൊക്കെയല്ലേ. ഇതാണ് ശരിക്കും. ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ഇപ്പൊ എന്റെ കൂടെ ഒരു പ്രാവശ്യം പോകുന്ന സമയത്ത് ഒരു സഹോദരി ഭയങ്കര ഇബാദത്ത്, ഊണുമില്ല ഉറക്കമില്ല. അവസാനം മദീനയിൽ ആകെ തളർന്നപ്പോ ഞാൻ അവളെ ഡിസ്പെൻസറി കാണിച്ചു. അവിടുന്ന് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതിനൊക്കെ പൈസ നമ്മളിത് വേണ്ടോ, അല്ലാതെ അമീറും തരുമില്ലേ, മനസ്സിലാക്കണേ. ഇബാദത്ത്, ഭക്ഷണം കഴിച്ചിട്ടുള്ള ഇബാദത്ത്. അവസാനം പിന്നെ അതായത് അങ്ങനെ രോഗിയായി കിടന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് അഡ്മിറ്റും നമ്മൾ പോരും. പല ആൾക്കാരും മരിച്ചിട്ടുണ്ട്. ഉംറക്ക് കൂടെ നിങ്ങൾ പേടിപ്പിക്കല്ലേ, മരിക്കലെപ്പോഴും ഉണ്ടാവും. ഉംറക്ക് കൂടെ പോകുന്ന ആള് മരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ആരാധന ചെയ്തോളിയും, തവാഫ് ചെയ്തോളിയും, പക്ഷെ നമ്മുടെ ആരോഗ്യം നോക്കണം. പിന്നെ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും നല്ലത് മാസ്ക് ധരിക്കലാണ്. ലക്ഷക്കണക്കിന് ആളുണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചുടുവെള്ളം കുടിക്കുക, അതൊക്കെ ചെയ്താൽ മതി. അതൊക്കെ ചെയ്താണ്ടാവും. പിന്നെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. പിന്നെ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുക. ഉംറ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കല, ചോദിക്കലാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ കാലഘട്ടം, പ്രത്യേകിച്ച് നമ്മുടെ മക്കള് ബെസ്റ്റി പറഞ്ഞാൽ കേൾക്കുള്ളൂ. ബെസ്റ്റി പാപ്പിയും പറഞ്ഞ സാധനമില്ല. കാരണം എനിക്ക് അനുഭവമുണ്ട്. ഒരു സുഹൃത്തിന്റെ മകളെ ഒരാൾ വന്നു കണ്ടു, വിവാഹം അന്വേഷണം നടത്തി, പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, എൻഗേജ്മെന്റ് കഴിഞ്ഞു. 2 ആളും സെലഫി കുടുംബം. അവസാനം ഈ പെണ്ണിനോട് ബെസ്റ്റി പറഞ്ഞു, അവൻ എനിക്ക് ചേരൂല എന്നാണ്. ഈ പെണ്ണ് ഒഴിവാക്കണം. പെണ്ണ് പറഞ്ഞ വാപ്പാട് എനിക്ക് ആ ബന്ധം വേണ്ട. ഈ പിതാവ് ഈ കുട്ടിയുടെ പിതാവ് ആ വരന്റെ വീട്ടിൽ പോയി കരയാണ്. അങ്ങനത്തെ കാലഘട്ടപ്പോ നല്ല ശ്രദ്ധിച്ചോളി. മക്കളെ എങ്ങനെ വളർത്തേണ്ടത് എന്നത് എന്റെ ജില്ലയിലെ ഒരു നാജിയ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. നാജിയ എന്നുള്ള പേര്, ആക്സിഡന്റിൽ മരിച്ച നാജിയ. അവള് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മരിച്ചു. അവള് MGMന്റെ സജീവ പ്രവർത്തകയായിരുന്നു. മരിച്ചു. സ്വാഭാവികമായും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ മരിക്കുക എന്ന് പറഞ്ഞ ആളുകൾ പറയാണ്ട് അള്ളാഹു ആലം അവനാണ് ഭൂമിയിലെ ഏറ്റവും ദൗർഭാഗ്യവാൻ. അങ്ങനെ ഒരു കുട്ടിക്ക് 7 വയസ്സ്, ഒരു കുട്ടിക്ക് 3 വയസ്സാ.
ഈ ഈ കുട്ടികളെ കുറിച്ചിട്ട് ഈ ഉപ്പാക്ക് ഭയങ്കര ബേജാറ്. കാരണം ഈ 7 വയസ്സ് വരെ ഉമ്മാടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഈ കുട്ടി കരഞ്ഞിരിക്കുന്ന വാപ്പാട് പറയാണ്, വാപ്പ നമ്മുടെ നബിക്ക് ഉമ്മാടെ സ്നേഹം 6 വർഷം കിട്ടിയിട്ടുള്ളൂ. 6 വർഷം, എനിക്ക് 7 വർഷം കിട്ടിയില്ലേ, നിങ്ങൾ കരയില്ലേ? അങ്ങനത്തെ മക്കളെ വളർത്തണം. അതാണ് അങ്ങനെ മക്കളെ വളർത്തണം. അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി എനിക്കൊക്കെ പേടിയാണ്. എനിക്ക് പിന്നെ ഒരു മോളുള്ളൂ, മോൻ പോയി ഈ പേരക്കുട്ടികളെ കാണുമ്പോൾ പേടിയാണ്. കാരണം എന്ത് പ്രശ്നം വന്നാലും അവർ റൂമിൽ വാതിലടക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും പടച്ച റബ്ബേ മക്കളെ നന്നാക്കി തരണേ. അതാണ് ഏറ്റവും അധികം എനിക്ക് ചോദിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇനി ഇൻഷാ അല്ലാഹ് ഈ ഏപ്രിൽ 1-ാം തീയതി നമ്മൾ പോകേണ്ടത്. ഒരു പ്രയാസമില്ലാതെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, റബ്ബേ ഞങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആ ദിവസത്തിൽ ഞങ്ങൾക്ക് യാത്ര പുറപ്പെടാനും യാത്രയിൽ എല്ലാ പ്രയാസങ്ങളും നീക്കാനും റബ്ബെ തൗഫീക്ക് നൽകണേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോളൂ. അവസാനിപ്പിക്കട്ടെ. അങ്ങനെ പറയണ്ട, അങ്ങനെ പറയണ്ട. അത് എത്ര മണിക്കാണ്? സുബഹി പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഈ പോകുന്ന വഴിയിൽ ഏതെങ്കിലും പള്ളികൾ ഉണ്ടാവൂലേ, അവിടെ അതൊക്കെ ടൈം കാണണം നമ്മൾ കേട്ടോ. 5:20 തോന്നുന്നു ബാങ്ക്. 5:20 ബാങ്ക്. അപ്പൊ ആ സുബഹി നമസ്കരിക്കാനുള്ള ടൈം കണ്ടുകൊണ്ടാണ് നിങ്ങൾ പോകേണ്ടത്. നേരം പിന്നെ നേരം വൈകിക്കഴിഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആരെയും. അമീർ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവസാനം ഈ സ്ത്രീ ഇവരിങ്ങനെ പാട്ടും പാടി ഇങ്ങനെ വന്നു, ഫ്ലൈറ്റ് അതിന്റെ വഴിക്കാണ് പോയി, എയർപോർട്ടിൽ കുടുങ്ങി. പ്രത്യേകിച്ച് സൗദി ഗവൺമെന്റിന്റെ ഫ്ലൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ, നമ്മളെ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോലെയല്ല. അപ്പൊ അത് ശരിക്കും ശ്രദ്ധിക്കുക. യാത്രയാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ തന്നെ പറയാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ ക്ഷമയോടുകൂടെ. നമ്മൾ എവിടുക്കാ പോണത്? നമ്മൾ മക്കത്തേക്കാ പോണത്. മക്കത്ത് പോയ എന്താ? മക്കത്ത് മഹാനായ അമ്മാറിനെയും യാസിറിനെയും സുമയെയും ഇട്ട് നരകിച്ച സ്ഥലമാണ് അവിടെ. ഈ ചരിത്രം ആരോടാ പറയാ? യാസിറിനെയും കുടുംബത്തെയും തീ കൊണ്ട് ശിക്ഷിക്കുന്നത് കാണു റസൂലുള്ള. ആ സമയത്ത് റസൂലുള്ള യാസിർ കുടുംബത്തിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറയാ, സബ്റൻ ആല യാസിർ ഇന്ന മൗഇദുകുമുൽ ജന്ന. യാസിർ കുടുംബം, നിങ്ങൾക്ക് പോകാനുള്ള സ്വർഗത്തിൽ ക്ഷമിച്ചോളിന്നാ. ആ ക്ഷമന്നെ വേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ ക്ഷമന്നെയാണ്. ആ ക്ഷമ വേണ്ട. അസ്സബ്റു അലൽ ബലാ. കണ്ടോ, ക്ഷമ വേണ്ടതാണ്. പരീക്ഷണം വരുമ്പോഴാണ് ക്ഷമ വേണ്ടത്. അത് കഴിയണം. മാത്രമല്ല ഈ ക്ഷമ വേണ്ടതെന്ന് വെച്ചാല് പിന്നെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയണം. ഞാനൊക്കെ ഇപ്പോൾ തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകന്റെ അതേ പ്രായത്തിലുള്ള ആളുകളെ, മക്കളെ വിവാഹം കാണുമ്പോൾ കൽബ് പൊട്ടും. പക്ഷെ തൃപ്തിപ്പെടണം. കാരണം അത് അവനക്ക് ഹൈറായിരിക്കും, എനിക്കും ഹൈറായിരിക്കും. ക്ഷമയെ നമ്മൾ തൃപ്തിപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ എത്ര ഉംറ ചെയ്തിട്ടും ഒരു കാര്യമില്ല. അതാണ് പിന്നെ ഒരു തമാശ പറയാറുണ്ട്. ഒരു ആള് പാലം കടന്നു വരികയാണ്. ഈ പാലം കടന്നു വരുമ്പോ അപ്പുറത്തുനിന്ന് ഒരാൾ ഈ പാലം പിടിച്ച് കുലുക്കാണ്. അപ്പൊ ഈ പാലം കടന്നു വരുന്ന ആള് പറഞ്ഞു അത്രേ, പാലം കുലുക്കല്ലി ഹാജിയാരെ എന്ന് പറഞ്ഞത്രേ. ഈ പാലം കടന്നു വരുന്നത് കണ്ണ് കാണാത്തൊരു മനുഷ്യനാണ്. ഈ പാലം കുലുക്കുന്നത് ഹജ്ജിന് പോയ ഒരാളാണ്. അപ്പോ ഈ പാലം ഇങ്ങനെ കടന്നു വന്നപ്പോ ഇയാൾ ചോദിച്ചു അത്ര, അല്ല ഞാൻ എങ്ങനെ ഹാജിയാന്ന് കണക്ക് മനസ്സിലായി എങ്ങനെ ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞത്രേ, അതായത് മക്കത്ത് പോയി ഹജ്ജ് ചെയ്താൽ എല്ലാ പാവം അള്ളാഹ് പുറത്തു, ഇനി എന്ത് കുരുത്തക്കളും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഹാജിയരയക്കാന്ന് ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ കേട്ടോ, മനസ്സിലാക്കോളി. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരാൾ പറഞ്ഞെന്തറിയോ, ഹജ്ജിന് പണം കെട്ടിയപ്പോ അയാൾ പറഞ്ഞത് പേടിയാണ്. എന്താണ്? ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ ജീവിക്കണ്ടേ, അതാ പ്രശ്നം. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഹജ്ജായാലും ഉംറയായാലും, കാരണം നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് പ്രാർത്ഥന കിട്ടും, യാതൊരു സംശയം വേണ്ട. അതാണ് ഈ ഹജ്ജിന്റെയും ഉംറയും പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളിൽ നിന്ന് ഒരാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുണ്ടാകരുത്, ആരെയും. നിങ്ങൾ ഇൻഷാ അള്ളാഹ് ഇവിടുന്ന് പുറപ്പെട്ട് അന്ന് തിരിച്ചു വരുന്നത് വരെയും പിന്നെയും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആകണം. ഒരു കുടുംബത്തിലെ
ഫസ്റ്റിൽ ഞാൻ കൊണ്ടുപോയ ആ ഗ്രൂപ്പ് ഇന്നിപ്പോ ആ ഗ്രൂപ്പ് ഉണ്ട്, പരസ്പരം ആശയവിനിമയം കൈമാറും. അങ്ങനെ വേണം നമ്മൾ, അങ്ങനെ വേണം, അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ പരസ്പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഒരു യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി. അങ്ങനെ ഇവർക്ക് ഭക്ഷണം തയ്യാറാക്കേണ്ട ഒരാളുണ്ടായിരുന്നു. അയാള് കൂർക്കം വലിച്ച് ഉറങ്ങാണ്. അബൂബക്കർ ഉമറും എണീറ്റ് നോക്കുമ്പോ ഇയാൾ ഉറങ്ങാണ്. അപ്പോ ഇവര് പറഞ്ഞു, ഓ വല്ലാത്തൊരു ഉറക്കക്കാരൻ, എടോ ഒന്ന് എണീറ്റിട്ട് റസൂലുള്ളാന്റെ അടുത്ത് പോയിട്ട് പറ അബൂബക്കറും ഉമറും ഭക്ഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പാവം എണീറ്റ് പോയി റസൂലെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂല പറഞ്ഞു, അവരോട് എന്റെ സലാം പറയണം, അവർ ഭക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഈ പാവം സാധു ഇവിടെ വന്ന് പറഞ്ഞു. അപ്പൊ ഇവരിത് കേട്ട് പാകെ പേടിച്ച് അപ്പൊ നേരെ റസൂലിന്റെ അടുത്ത്, റസൂൽ നിങ്ങൾ എന്തീ പറഞ്ഞത്? അതെ, നിങ്ങളുടെ സഹോദരന്റെ പച്ച മാംസം ഞാൻ നിങ്ങളുടെ പല്ലുകളിൽ കാണുന്നുണ്ട്. എന്തുണ്ടായത്? ആ ഉറക്കത്തെ കുറിച്ച് പറയുന്ന ഒരു കളിയാക്കി പറച്ചിൽ പോലും പരദോഷമായി. അപ്പൊ നല്ല ശ്രദ്ധിച്ചോളി. ഇപ്പോ ഒരു നമസ്കാരത്തിന് 1,00,000 പ്രതിഫലം ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ ഒരു തിന്മ ചെയ്താലും ഉണ്ടാവും. അത് മനസ്സിലായിക്കോളി. ഒരു തിന്മ ചെയ്താലുണ്ടാവും. മനസ്സ് ക്ലിയർ ആകണം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയമായി റബ്ബിനെ കണ്ടുമുട്ടണം. ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് മനസ്സ് ക്ലിയർ ആകാനാണ്, രക്ഷയുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ നേരെ അള്ളാഹുവിന്റെ മാലാഖമാർ വന്ന് യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ് തിരിച്ചു പോകുള്ളൂ. ഇൻഷാ അള്ളാഹ് എല്ലാവരും പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ മഖ്ബൂലും മബ്റൂറുമായ ഉംറ കർമ്മം നിർവഹിച്ച് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ കുടുംബാംഗങ്ങൾ തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. യാത്രയിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരുമാറാവട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد. السلام عليكم ورحمة الله. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ കഴിഞ്ഞിട്ടില്ല ഗ്രൂപ്പിൽ ചോദിക്കണം, മറക്കരുത് ട്ടോ.